നമസ്കാരം പ്രിയപ്പെട്ടവരെ. കാവശ്ശേരി പൂരം കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ. പൂരത്തിന് വെടിക്കെട്ടൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല, അത്രയ്ക്ക് ട്രാഫിക്കായിരുന്നു. പൂരപ്പറമ്പിൽ എത്താൻ പറ്റാത്തതുകൊണ്ടുള്ള നിരാശയും ആയിട്ടാണ് ഞങ്ങളുടെ ഈ തിരിച്ചുവരവ്. പഴയന്നൂർ ചേലക്കര വഴിയാണ് ഞങ്ങൾ വരുന്നത്. ഇപ്പോൾ സമയം രാത്രി 12 മണിയോട് അടുത്തിരിക്കുന്നു കേട്ടോ. വരുന്ന വഴിയിൽ ഞങ്ങൾക്ക് ഫുഡൊന്നും കിട്ടിയിട്ടില്ല. വരുന്ന ഒരു സ്ഥലത്തും ഒരു റെസ്റ്റോറൻറ്റോ തട്ടുകടയോ ഒന്നും ഞങ്ങൾ കണ്ടില്ല. അപ്പോൾ ഇനി ചേലക്കരയിൽ നിന്ന് വടക്കാഞ്ചേരി വഴി കുന്നംകുളത്ത് എത്തിയിട്ട് വേണം ഞങ്ങൾക്ക് നാട്ടിലെത്താൻ. അപ്പോൾ ഏകദേശം വടക്കാഞ്ചേരി അടുത്തെത്താറായപ്പോഴൊരു തട്ടുകട കണ്ടു. താടിക്കാരൻ്റെ തട്ടുകട എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്തായാലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു തട്ടുകട കണ്ടപ്പോൾ വലിയൊരു സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. എന്തായാലും ചെന്ന് നോക്കിയപ്പോൾ നല്ല വിഭവസമൃദ്ധമായ ഒരുപാട് ഐറ്റംസ് ഇവിടെ കാണാനുണ്ട്. എല്ലാം മസാല പുരട്ടി വെച്ചിരിക്കുകയാണ്. തട്ടുകടയാണെങ്കിലും അകത്തിരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടെ അത്യാവശ്യം നല്ല സീറ്റിങ്ങും നല്ലൊരു കോമ്പൗണ്ടും ഒക്കെ ആയിട്ടാണ് ഈ തട്ടുകട ഇവിടെ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ തൃശ്ശൂർ വടക്കാഞ്ചേരി റൂട്ടിൽ വരുമ്പോൾ ഈ അകമല എന്ന സ്ഥലത്തെത്തിയാൽ ഈ താടിക്കാരൻ്റെ തട്ടുകടയിൽ കയറിയിട്ട് എന്തെങ്കിലും ഒരു വിഭവം നിങ്ങൾ രുചിച്ച് നോക്കാൻ മറക്കണ്ട. ഇല്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമായിരിക്കും. കാരണം അത്ര രുചികരമായ വിഭവങ്ങളാണ് ഇവർ ഇവിടെ ഒരുക്കി കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഓരോ ബോട്ടി ഫ്രൈയും പൊറോട്ടയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അത് ഉണ്ടാക്കി വരാൻ കുറച്ച് നേരം പിടിക്കുന്നവർ പറഞ്ഞു. കാരണം അത്ര തിരക്കാണ് ഇവിടെ. രാത്രി 12 മണി കഴിഞ്ഞാലും ഇവിടെ തിരക്കിന് കുറവില്ല എന്നുള്ളത് ഞങ്ങൾക്ക് അവിടുത്തെ സിറ്റുവേഷൻ കണ്ടപ്പോൾ മനസ്സിലായി. ഒരുപാട് പേര് അവിടെ അകത്തെ സിറ്റിങ്ങിൽ ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ണോടിക്കാം കേട്ടോ. താടിക്കാരനാണ് ഈ നിൽക്കുന്നത്. വളരെ മാന്യമായിട്ടുള്ള പെരുമാറ്റം. ചിരിച്ചുകൊണ്ടല്ലാതെ അദ്ദേഹം സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. പിന്നെ കുറച്ച് കുട്ടികൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് ചോദിക്കാം നമുക്ക്. ഭക്ഷണം കഴിക്കാൻ വന്നാ എന്താ കഴിക്കുന്നത്? ഇവിടുത്തെ ഭക്ഷണം എങ്ങനെ അടിപൊളിയാ? നിങ്ങളുടെ ഭക്ഷണം അടിപൊളിയാന്ന് അവർ പറഞ്ഞിട്ട് കുട്ടികള് അധികം മറക്കടിച്ചില്ല പൊട്ടും ഒരു പൊറാട്ട മാത്രം. ഒരു പൊറാട്ട എത്ര? 720. വരെ കേട്ടോ. ഒരു പൊറാട്ട മാത്രം. ഒരു പൊറാട്ട മാത്രം. ഒരു പൊറാട്ട നല്ല ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. നീ എത്ര കാലം ഇവിടെ തുടങ്ങിയിട്ട്? 4 വർഷമായില്ലേ? സൂപ്പറായിട്ടില്ല. സുഹൃത്തുക്കളെ, ഒരു രക്ഷയില്ലാത്ത ബോട്ടി ഫ്രൈ കേട്ടോ. എന്താ പറയുക, അത്ര രുചികരമായിട്ടാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ പൊറോട്ടയും ഒട്ടും മോശമല്ല. ഒരു പൊറോട്ടയും ബോട്ടി ഫ്രൈ ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിന് ഒരു 50 രൂപ മാത്രമാണ് ഈടാക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഈ അകമല എന്ന സ്ഥലത്ത് വരുമ്പോൾ നിങ്ങൾ ഈ താടിക്കാരൻ്റെ കടയിൽ ഒന്ന് കയറാൻ നടക്കണ്ട കേട്ടോ. തൃശ്ശൂർ ഒറ്റപ്പാലം റോഡ് പൂരത്തിന് വിട്ട് വരികയാണ്. അപ്പൊ അവിടെ നിന്ന് പൂരത്തിന് പോയിട്ട് വരുന്ന നമ്മുടെ പരിപാടി അവിടെ നിന്ന് വരുമ്പോ എങ്ങനെയാ ഇങ്ങോട്ട് വരാ? ചേലക്കരയിൽ നിന്ന് നേരെ തൃശ്ശൂർ റോഡ്. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, ചേലക്കരയിൽ നിന്നും തൃശ്ശൂർ റോഡ് വഴി വടക്കാഞ്ചേരിക്ക് അടുത്തെത്തുമ്പോൾ അകമല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ താടിക്കാരൻ്റെ തട്ടുകടയുള്ളത് കേട്ടോ. ഇതൊക്കെ ഇവരുടെ സ്റ്റാഫുകളാണ്. അപ്പോൾ നന്ദി, നമസ്കാരം, ബായ്.